നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കുമുറുക്കി ക്രൈംബ്രാഞ്ച്. രാഹുലിന്റെ സമ്മർദ്ദത്തിൽ 2 യുവതികൾ ഗർഭഛിദ്രം നടത്തിയെന്ന് കണ്ടെത്തി പ്രത്യേക അന്വേഷണ സംഘം. പരാതി നൽകാതിരിക്കാൻ യുവതികൾക്ക് മേൽ ശക്തമായ സമ്മർദ്ദം. ഗർഭഛിദ്രം നടത്തിയതിന്റെ ആശുപത്രി രേഖകൾ ഇന്റലിജൻസ് ശേഖരിച്ചു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. സംസ്ഥാന കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറിയുന്നു. സതീശനും ഷാഫിയും അകലുന്നു. നിലപാട് മാറ്റം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിന് പിന്നാലെ അവസരം മുതലാക്കാൻ ചെന്നിത്തല KC വിഭാഗങ്ങൾ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാരിന്റെ ടേൺ. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് നൽകിയ സത്യവാങ്മൂലത്തിൽ നിന്നും സർക്കാർ പിന്മാറുന്നു. വിശ്വാസികൾക്കൊപ്പമാണ് സർക്കാരെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആഗോള അയ്യപ്പ സംഗമവുമായി മുന്നോട്ട്. സർക്കാർ വർഗീയവാദികൾക്കൊപ്പമില്ലെന്നും വിശദീകരണം. വോട്ട് ബാങ്ക് തിരികെ പിടിക്കാനുള്ള ശ്രമമെന്ന് BJP. ചേർത്തലയിലെ ബിന്ദു പത്മനാഭന്റെ തിരോധാനത്തിൽ പോലീസിന്റെ നിർണായക നീക്കം. ബിന്ദുവിൽ നിന്ന് സ്ഥലം വാങ്ങിയ സതീശനെ കേന്ദ്രീകരിച്ച് അന്വേഷണം. സതീശന്റെ വീട്ടിലും ഹോട്ടലിലും റെയ്ഡ്. സതീശന്റെ സഹോദരന്റെ മരണത്തിലെ ദുരൂഹതയും പോലീസ് അന്വേഷിക്കുന്നു. കേരള സർവകലാശാല രജിസ്ട്രാർ ചുമതലയിൽ നിന്ന് മിനി കാപ്പനെ മാറ്റും. നടപടി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യം അംഗീകരിച്ച്. പകരം ചുമതല ജോയിന്റ് രജിസ്ട്രാർ ഡോക്ടർ രശ്മി ആറിന്. കൊച്ചിയിലെ സൈബർ തട്ടിപ്പ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം. തട്ടിപ്പ് നടത്തിയ കമ്പനി രജിസ്റ്റർ ചെയ്തത് കാലിഫോർണിയയിൽ. തട്ടിയെടുത്ത പണം രാജ്യത്തെ വിവിധ ബാങ്കുകളിൽ നിക്ഷേപിച്ചെന്ന് കണ്ടെത്തൽ. നടന്നത് രാജ്യത്തെ ഏറ്റവും വലിയ സൈബർ തട്ടിപ്പ്. ഉന്നത ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ തിരുവല്ല പോലീസിന്റെ വിചിത്ര നടപടി. AIGയുടെ വാഹനമിടിച്ച കാൽനടയാത്രക്കാരനെതിരെ കേസ്. AIGക്കായി തിരുവല്ല പോലീസ് ഒത്തുകളിച്ചെന്ന് ആക്ഷേപം. T20 ക്രിക്കറ്റിൽ നിന്ന് അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനവുമായി ഓസീസ് താരം മിച്ചൽ സ്റ്റാർക്ക്. ലോകകപ്പിന് 6 മാസം മാത്രം ബാക്കി നിൽക്കെ വിരമിക്കൽ. ടെസ്റ്റ് ഏകദിന മത്സരങ്ങളിൽ തുടരും. വിശദമായി നോക്കാം. ആദ്യം പോകുന്നത് ന്യൂസ് 18 ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ടിലേക്കാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ലൈംഗിക ആരോപണത്തിൽ നിർണായക കണ്ടെത്തലുമായി ക്രൈംബ്രാഞ്ച് സംഘം. 2 യുവതികൾ ഗർഭഛിദ്രം നടത്തിയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നത്. പരാതി നൽകാതിരിക്കാൻ 2 യുവതികൾക്കും ശക്തമായ സമ്മർദ്ദമുണ്ടെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുരുക്കുമുറുകുന്ന ഗുരുതരമായ കണ്ടെത്തലാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായിരിക്കുന്നത്. 2 യുവതികൾ ഗർഭഛിദ്രം നടത്തി എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം ശേഖരിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മുമ്പിൽ നേരിട്ട് പരാതി നൽകാൻ ശബ്ദരേഖ പുറത്തുവന്ന സംഭവത്തിലെ യുവതി തയ്യാറാകാതിരുന്ന പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള തുടർ നീക്കങ്ങളിലേക്ക് കടക്കാം എന്ന പരിശോധന ക്രൈംബ്രാഞ്ച് സംഘം നടത്തുന്നതിനിടയിലാണ് ഗർഭഛിദ്രം നടത്തിയത് ഒരാളല്ല 2 പേരാണ് എന്ന നിർണായകമായ വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഈ 2 യുവതികളും ഒരേ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. ഇതിൽ ഒരു യുവതിയെ സ്വാധീനിക്കാനാണ് 3 വനിതാ മാധ്യമ പ്രവർത്തകർ ശ്രമിച്ചത് എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. അതിനു പിന്നാലെയാണ് മറ്റൊരാൾ കൂടി സമാനമായ ദുരനുഭവം നേരിട്ടിട്ടുണ്ട് എന്ന ഞെട്ടിക്കുന്ന കണ്ടെത്തൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ 2ാമത്തെ യുവതി കേരളത്തിന് പുറത്തുള്ള ഒരു ആശുപത്രിയിലാണ് ഗർഭഛിദ്രം നടത്തിയിരിക്കുന്നത് എന്ന വിവരമാണ് ലഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ആശുപത്രി ബില്ലുകളും ഗർഭഛിദ്രം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അവർ കണ്ട ഡോക്ടറുടെ വിശദാംശങ്ങളും അടക്കം സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം ശേഖരിച്ചു കഴിഞ്ഞു. ഈ വിവരങ്ങളടക്കം അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിന് അവർ കൈമാറും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം. നിലവിലെ സാഹചര്യത്തിൽ പരാതി നൽകാതിരിക്കാൻ ഈ 2 യുവതികൾക്കും മേൽ വലിയ തരത്തിലുള്ള ബാഹ്യസമ്മർദ്ദമുണ്ട് എന്ന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ നേരിട്ടവർ പരാതി നൽകാനോ മൊഴി നൽകാനോ തയ്യാറാകാതിരിക്കുന്ന സാഹചര്യമുണ്ടായാൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 88 ഉപയോഗിച്ചുകൊണ്ട് മാതാവിന് ജീവഹാനി സംഭവിച്ചാലോ കുഞ്ഞിന് ജീവഹാനി സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാലോ മാത്രമേ ഡോക്ടറുടെ അനുവാദത്തോടെ
നിർബന്ധിത ഗർഭചിത്രം അനുവദിക്കുകയുള്ളൂ. അങ്ങനെ നിയമപരമായി ഇതിൽ ഇരയാക്കപ്പെട്ട യുവതികൾക്ക് എന്തെങ്കിലും ആരോഗ്യ സംബന്ധമായ ഭീഷണികൾ നേരിട്ടതുകൊണ്ടാണോ അവർ ഈ ഗർഭചിത്രത്തിന് തയ്യാറായത് എന്ന കാര്യത്തിൽ നിയമോപദേശം തേടിയതിനു ശേഷം അവർ പരാതി നൽകാൻ കൂട്ടാക്കാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ നേരിട്ട് കേസെടുക്കാനുള്ള വകുപ്പുകളാണ്, പഴുതുകളാണ് അന്വേഷണ സംഘം തേടുന്നത്. അതിനുവേണ്ടി പ്രത്യേക യോഗം ചേർന്ന് നിയമോപദേശം തേടുന്ന കാര്യത്തിൽ അന്തിമ ധാരണയിലെത്തും. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതിരോധം തീർത്തുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ പാർട്ടി നേതൃത്വത്തിന് അടക്കം ഇനി കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സ്ഥിതിയിലേക്ക് സാഹചര്യം നീങ്ങുകയാണ്. എന്തായാലും രാഹുലിനെതിരായ പരമാവധി ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ മതിയെന്ന തീരുമാനത്തിലാണ് അന്വേഷണ സംഘം. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിന് പിന്നാലെ സംസ്ഥാന കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളും മാറിമറിയുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനൊപ്പം നിലയുറപ്പിച്ചിരുന്ന ഷാഫി പറമ്പിൽ പൂർണ്ണമായും കളം മാറ്റിക്കഴിഞ്ഞു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അവസരമാക്കി മാറ്റി രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാൽ വിഭാഗവും പാർട്ടിയിൽ സ്വാധീനമുറപ്പിക്കാനുള്ള നീക്കം സജീവമാക്കിയിരിക്കുകയാണ്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. തുടർച്ചയായി 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പ്രതിപക്ഷത്തേക്ക് പിന്തള്ളപ്പെട്ടതിന് പിന്നാലെയാണ് 2 ദശാബ്ദത്തോളം പാർട്ടിയെ നിയന്ത്രിച്ചിരുന്ന ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, അച്യുതണ്ടിനും ഇളക്കം തട്ടിയത്. രമേശ് ചെന്നിത്തലയുടെ എതിർപ്പ് മറികടന്ന് 2021 പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വി.ഡി. സതീശൻ എത്തിയതാകട്ടെ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്ന ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയോടെയും. മുതിർന്ന നേതൃനിരയുടെ അതൃപ്തി മറികടന്ന് 4 വർഷത്തിലധികമായി പാർട്ടിയിൽ നിർണായക സ്വാധീനമുറപ്പിച്ചിരുന്ന വി.ഡി. ഷാഫി കൂട്ടുകെട്ടിന് കൂടിയാണ് രാഹുൽ വിവാദത്തോടെ പൂർണ്ണമായി ഉലച്ചിൽ സംഭവിച്ചിരിക്കുന്നത്. എ ഗ്രൂപ്പിന്റെ ഭാഗമായി രാഹുലിനു വേണ്ടി പ്രതിരോധം തീർക്കുന്നവരിൽ ഷാഫി പറമ്പിലിനൊപ്പം ബെന്നി ബെഹനാൻ, എം ഹസൻ, കെ.സി. ജോസഫ് തുടങ്ങിയ നേതാക്കളാണ് മുൻനിരയിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസിൽ വി.ഡി. സതീശനുണ്ടായിരുന്ന സ്വാധീനം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന നിലയാണ് നിലവിൽ. എം വിൻസെന്റ് എം.എൽ.എ ആണ് വി.ഡി. സതീശനൊപ്പം ഉറച്ചു നിൽക്കുന്ന നിയമസഭാംഗം. അതേസമയം കെ. സുധാകരൻ, അടൂർ പ്രകാശ് തുടങ്ങിയ നേതാക്കളുടെ പിന്തുണ ഉറപ്പാക്കിയാണ് രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ. നിലവിലെ സാഹചര്യം അവസരമാക്കി മാറ്റാനുള്ള നീക്കം കെ.സി. പക്ഷവും സജീവമാക്കിയിരിക്കുകയാണ്. മുതിർന്ന നേതാക്കളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എ.പി. അനിൽകുമാർ തുടങ്ങിയവർക്ക് പുറമെ ചാണ്ടിയുമ്മൻ, മാത്യു കുഴൽനാടൻ, ടി സിദ്ദിഖ്, റോജി എം ജോൺ, സനീഷ് കുമാർ ജോസഫ് തുടങ്ങിയവർ കെ.സി. വേണുഗോപാൽ പക്ഷത്തും ശക്തമായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. കെ. മുരളീധരനാകട്ടെ ഗ്രൂപ്പ് നേതാക്കളോട് സമദൂര നിലപാടിലും. കോൺഗ്രസ് കേന്ദ്രങ്ങളെ പിടിച്ചുലച്ച മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെതിരായ വിവാദം തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന പാർട്ടിയിൽ പുതിയ ശാക്തിക ചേരികളുടെ ബലാബലത്തിന് കൂടിയാണ് വഴി തുറന്നിരിക്കുന്നത്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിലപാട് തിരുത്താൻ സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞതിന് പിന്നാലെ വിശ്വാസികൾക്ക് ഒപ്പമാണ് പാർട്ടിയെന്ന CPI സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളും നിലപാട് മാറ്റത്തിന്റെ വ്യക്തമായ സൂചനയായി. സ്ത്രീ പ്രവേശനമാകാമെന്ന സുപ്രീം കോടതി വിധിക്ക് അനുകൂലമായ നിലപാട് പുതിയ സാഹചര്യത്തിൽ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാകും മാറ്റം വരുത്തുക. NSS ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കാൻ ഇതിലൂടെ കഴിയുമെന്നാണ് സർക്കാരിന്റെയും CPM-ന്റെയും വിലയിരുത്തൽ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിന്റെ പ്രതികരണത്തോടുകൂടിയാണ് ശബരിമല സ്ത്രീ പ്രവേശനം വീണ്ടും ചർച്ചയാകുന്നത്. വേണമെങ്കിൽ അല്ലെങ്കിൽ വേണ്ടി വന്നാൽ ശബരിമല സ്ത്രീ പ്രവേശനം ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് നേരത്തെ കൊടുത്ത സത്യവാങ്മൂലം തിരുത്താൻ തയ്യാറാകുമെന്ന സൂചനയാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങളോട് പ്രതികരിക്കവേ PS പ്രശാന്ത് പറഞ്ഞത്. നേരത്തെ ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചായിരുന്നു ദേവസ്വം ബോർഡ് നിലപാട്. സർക്കാരിനൊപ്പം ദേവസ്വം ബോർഡും സ്ത്രീ പ്രവേശനം തുല്യതയുടെ പ്രശ്നമാണ്, അത് എല്ലാ വിശ്വാസികൾക്കും നൽകേണ്ട നിലപാടാണ് സുപ്രീം കോടതിയിൽ അവസാനവും നൽകിയ സത്യവാങ്മൂലത്തിലും സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അത് തിരുത്താൻ ദേവസ്വം ബോർഡ് ഒരുങ്ങുകയാണ്. നിയമോപദേശത്തിന് ശേഷം വിദഗ്ധരുമായി കൂടിയാലോചന ശേഷം ആ തീരുമാനത്തിലേക്ക് പോകാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. അതുമായി ബന്ധപ്പെട്ട് നിയമവിദഗ്ധരുമായി കൂടി ആലോചിച്ച് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ നമുക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ ബോർഡ് തീരുമാനം. ദേവസ്വം ബോർഡിന്റെ മാത്രം ഒരു തീരുമാനമായി കാണാനാകില്ല. സർക്കാരിനും ഈ വിഷയത്തിൽ നേരത്തെയുള്ള കടുംപിടുത്തമില്ല. വിശ്വാസപരമായ കാര്യങ്ങളിൽ ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കട്ടെ എന്ന് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പുതിയ സാഹചര്യങ്ങളിൽ NSSുമായും SNDPയുമായൊക്കെ കൂടുതൽ അടുപ്പത്തിലേക്ക് വരികയാണ് സർക്കാരും CPM-ഉം. ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഗമത്തിലടക്കം സർക്കാർ
അനുകൂല നിലപാടാണ് NSS സ്വീകരിച്ചത്. ഈ ശബരിമല വിഷയത്തിൽ നേരത്തെ CPM നിലപാട് തിരുത്തണമെന്ന് NSS ആവശ്യപ്പെട്ടിരുന്നു. അതിൽ ഇപ്പോൾ സർക്കാർ വിശ്വാസപരമായ കാര്യമെടുക്കുന്ന നിലപാടുകളോട് വിശ്വാസമുണ്ടെന്നും NSS നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ സർക്കാരും ഒരുപക്ഷെ നിലപാട് തിരുത്തിയേക്കാം. അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ കൊണ്ട് സത്യവാങ്മൂലം മാറ്റി നൽകുകയും വിശ്വാസപരമായ കാര്യങ്ങൾ സർക്കാർ ഇടപെടുന്നില്ല നിലപാട് സ്വീകരിക്കാനുമാകും സർക്കാർ നീക്കം. ഇത് നേരിട്ടിപ്പോൾ ഈ കാര്യം അംഗീകരിക്കാൻ സർക്കാർ കേന്ദ്രങ്ങൾ തയ്യാറായിട്ടില്ല. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള പ്രതികരിക്കുമ്പോഴും അത്തരം കാര്യങ്ങളിലേക്ക് ആലോചനയിൽ പോയിട്ടില്ലെന്നാണ് പറഞ്ഞത്. മതത്തെയും വിശ്വാസത്തെയും ഉപയോഗിച്ച് രാഷ്ട്രീയാധികാരത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ പ്രക്രിയയുടെ പേരാണ് വർഗീയത എന്ന്. അപ്പോൾ ആ വർഗീയവാദികളാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നു. വിശ്വാസികളല്ല. വർഗീയവാദികൾക്ക് വിശ്വാസമൊന്നുമില്ല. വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നവരാണ് വർഗീയവാദികൾ. ആ വർഗീയവാദികളുടെ പ്രചാരവേലയോടൊപ്പം ചേർന്ന് നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ല. വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങൾ. പക്ഷേ NSSുമായി കൂടുതൽ അടുക്കാനുള്ള സാഹചര്യം CPM ഉപയോഗിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ആ അടുപ്പം കൂടുതൽ ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ഏറ്റവും ശക്തമായ വോട്ട് ബേസ് CPMനുള്ളത് ഹൈന്ദവ വോട്ടുകളാണ്. അതിൽ നിന്നാണ് വലിയ ചോർച്ച ശബരിമല 2018 ശബരിമല സ്ത്രീ പ്രവേശന വിവാദത്തിന് ശേഷം ഉണ്ടായത്. 19 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് വോട്ടുകൾ CPM വോട്ടുകൾ വലിയ രീതിയിൽ കോൺഗ്രസിലേക്കും BJPയിലേക്കും പോയി. വലിയ തിരിച്ചടി സംസ്ഥാനത്ത് CPMനും ഇടത് മുന്നണിക്കും ഉണ്ടായി. കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ചെറിയ മാറ്റമൊന്നുമെങ്കിലും ഈ ഹൈന്ദവ വോട്ട് ബേസ് കൂടുതൽ ശക്തിപ്പെടുത്തുകയുള്ള ശ്രമത്തിലാണ് CPM. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ശബരിമല സ്ത്രീ പ്രവേശന നിലപാടിൽ സർക്കാർ മാറ്റം വരുത്തിയാലും അത്ഭുതപ്പെടാനില്ല. ഏതായാലും ദേവസ്വം ബോർഡ് നിലപാട് വ്യക്തമായി കഴിഞ്ഞു. അതിൽ മാറ്റം വരുത്താൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ളത്. VV അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ചേർത്തലയിലെ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ നിർണായക നീക്കവുമായി അന്വേഷണ സംഘം. ബിന്ദു പത്മനാഭന്റെ സ്ഥലം സ്വന്തമാക്കിയ സതീശന്റെ വീട്ടിലും ഹോട്ടലിലും റെയ്ഡ് നടത്തിയ സംഘം ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു. സതീശന്റെ സഹോദരന്റെ മരണത്തിലും അന്വേഷണ സംഘത്തിന് സംശയങ്ങളുണ്ട്. സ്ഥല ഇടപാടുമായി ബന്ധപ്പെട്ട് സതീശൻ ന്യൂസ് 8ന് നൽകിയ പ്രതികരണം ദുരൂഹത നിറഞ്ഞതായിരുന്നു. പിന്നാലെയാണ് അന്വേഷണ സംഘം നീക്കം ആരംഭിച്ചത്. ബിന്ദു പത്മനാഭൻ ഐഷ തിരോധാന കേസുകൾ അന്വേഷിക്കുന്ന സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെയും ഒപ്പം തന്നെ ചേർത്തല പോലീസിന്റെയും അന്വേഷണ സംഘമാണ് ഇന്നലെ സതീശനിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത്. സതീശന്റെ പള്ളിപ്പുറത്തെ ലോഡ്ജ് അന്വേഷണ സംഘം റെയ്ഡ് ചെയ്തു. ഒപ്പം തന്നെ അയാളുടെ വീട്ടിലും പരിശോധന നടത്തി എന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ബിന്ദു പത്മനാഭന്റെ ഭൂമി വാങ്ങിയ ആളാണ്, അതായത് കോടതി മുഖാന്തരം എക്സ്പാർട്ടി വിധിയിലൂടെ കൈക്കലാക്കിയ ആളാണ് സതീശൻ എന്നുള്ളതാണ്. സതീശൻ നിർണായകമായ വെളിപ്പെടുത്തൽ ന്യൂസ് 8ലൂടെ നടത്തിയിരുന്നു. അതായത് 2005 ശേഷം ബിന്ദു പത്മനാഭൻ ജീവനോടെ ഇല്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ 2006 ബിന്ദു പത്മനാഭൻ തന്റെ മുന്നിലേക്ക് സെബാസ്റ്റ്യനുമായി ഭൂമി വിൽക്കുന്നതിനുള്ള ഇടപാടുകൾക്കായി എത്തി എന്നുള്ള നിർണായകമായ വിവരമാണ് ഇയാൾ നമ്മളോട് പങ്കുവച്ചത്. മാത്രമല്ല അതിനുശേഷം, അതായത് പിറ്റേ ദിവസം അമ്പലപ്പുഴയിലെ ഭൂമി കാണാൻ പോകുന്ന ഘട്ടത്തിൽ സെബാസ്റ്റ്യന്റെ വീട്ടിൽ ബിന്ദു പത്മനാഭൻ ഉണ്ടായിരുന്നു എന്നും അന്ന് അവർ ഒരുമിച്ചാണ് അവിടെ താമസിച്ചിരുന്നത് എന്നുള്ളതും സതീശൻ വ്യക്തമാക്കിയിരുന്നു. പ്രോപ്പർട്ടി കാണാൻ വന്നപ്പോഴും ബിന്ദു ഇല്ല അല്ലേ? ബന്ധു വീട്ടിലിരുന്നു, സെബാസ്റ്റിന്റെ വീട്ടിലിരുന്നു. ഞങ്ങൾ പോയി കണ്ട്. അന്നാ ഇതുപോലെ രജിസ്ട്രേഷൻ ഇല്ലല്ലോ. അന്നല്ല, ബിന്ദു വീട്ടിലുണ്ടെന്ന് സെബാസ്റ്റ്യൻ പറഞ്ഞതാണോ അതോ ചേട്ടൻ കണ്ടു? എന്റെ അടുത്ത് വന്നിട്ടല്ലേ അങ്ങോട്ട് പോയത്. സെബാസ്റ്റിന്റെ വീട്ടിലിരിക്കുമ്പോൾ സെബാസ്റ്റിന്റെ ഭാര്യയുണ്ടോ? അന്ന് സെബാസ്റ്റ്യൻ കല്യാണം കഴിച്ചിട്ടില്ല. അതായത് പിറ്റേ ദിവസം രാവിലെ സെബാസ്റ്റ്യൻ കാറുമായിട്ട് വന്നിട്ടാണ് അങ്ങോട്ട് അമ്പലപ്പുഴ പോകണം. അന്നിട്ട് സെബാസ്റ്റിന്റെ വീട്ടിൽ താമസിച്ചിരുന്നു. നിങ്ങൾ പ്രോപ്പർട്ടി കാണാൻ പോകുന്നതിന് തലേന്ന് വൈകുന്നേരം വന്നു. രാത്രി ആളെ ഇറക്കില്ല. പിറ്റേ ദിവസം വെളുപ്പിനെ പോയി വന്നു, അഗ്രിമെന്റ് എഴുതിച്ചു, ഒന്നും തന്നെ കാശ് കൊടുത്തു. എന്നാൽ ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നുള്ളതാണ്. കാരണം എക്സ്പാർട്ടി വിധിയിലൂടെയാണ് ബിന്ദു പത്മനാഭന്റെ ഭൂമി, അമ്പലപ്പുഴയിലെ ഭൂമി സതീശൻ സ്വന്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല ഈ ഭൂമി ഈ കേസ് വാദിച്ച അഭിഭാഷകന് തന്നെ വിറ്റു എന്നുള്ള കാര്യവും അയാൾ വ്യക്തമാക്കുന്നുണ്ട്. ബിന്ദു എഗ്രിമെന്റ് ഒപ്പിട്ടതിന് ശേഷം പിന്നീട് ഈ ഭൂമി തനിക്ക് എഴുതി നൽകുന്നതിനായി എത്തിയിരുന്നില്ല. 6 മാസം, അതായത് എഗ്രിമെന്റ് കാലാവധി പൂർത്തിയായ 6ാമത്തെ മാസം താൻ കേസ് കൊടുത്തു എന്നുള്ളതാണ് സതീശൻ വ്യക്തമാക്കിയിട്ടുള്ളത്. പിന്നീട് ബിന്ദു ഒരിക്കൽ തന്നെ വിളിച്ചിരുന്നു. അത് വിളിച്ചത് ഒരു ഇന്റർനെറ്റ് കോളിലാണ് എന്നുള്ള അടക്കമുള്ള സംശയാസ്പദമായ വിവരങ്ങളും ഇയാൾ പങ്കുവച്ചു. XX എന്നൊക്കെ പറയുന്ന ഒരു നമ്പറിൽ നിന്നാണ് തന്നെ വിളിച്ചിരുന്നത്. ആ നമ്പർ തനിക്കറിയില്ല, അതൊരു ഇന്റർനെറ്റ് കോൾ ആണെന്നാണ് താൻ കരുതുന്ന അടക്കമുള്ള കാര്യങ്ങൾ അയാൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ ഇയാൾ പറയുന്ന കാര്യങ്ങൾ പല പൊരുത്തക്കേടുകളും ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ ഭൂമി അഭിഭാഷകന് തന്നെ, ഈ കേസ് എക്സ്പാർട്ടി വിധിയിലൂടെ ഭൂമി സ്വന്തമാക്കിയ ശേഷം അഭിഭാഷകന് തന്നെ വിറ്റു എന്നും സതീശൻ നമ്മളോട് സ്ഥിരീകരിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ അതൊക്കെ കോടതി കമ്മിറ്റ് ചെയ്തില്ലേ?
അതിന് പിന്നെ കിട്ടിയില്ലേ? ഇല്ല. ഇപ്പൊ കേസുണ്ടോ അതിനകത്ത്? അത് ഞാൻ വിൽക്കുകയും ചെയ്തു. സ്ഥലം വിറ്റോ? പിന്നെ ഇല്ലേ, ആർക്ക് വിറ്റു? വക്കീലിന് തന്നെ കൊടുത്തു. കേസ് നടത്തി വക്കീലിനെ വിറ്റു. എനിക്കറിയാം ഇതിന്റെ പുറകെ ഇങ്ങനെയുള്ള ചോദ്യം വരില്ലേ. അത് രാമകൃഷ്ണ വക്കീലിന്റെ പേര് മേടിച്ചു. അങ്ങനെ അനിയനുണ്ടല്ലോ, ആ പുള്ളിയുടെ പേര് മേടിച്ചു. അതിനെ കുറിച്ച് അറിയുമോ? ആ സതീശന്റെ കേസ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കറിയാൻ തീർച്ചയായും പറഞ്ഞു. വക്കീലിനെ മേടിച്ചു പ്രോപ്പർട്ടി. ആ ഞാൻ മനഃപൂർവ്വം കൊടുത്തോ. അത് ലാഭം കിട്ടിയ? ആ ലാഭം കിട്ടിയാണ്. ബിന്ദു പത്മനാഭൻ ഐഷ തിരോധാന കേസുകളിൽ ശ്രീ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട സ്ത്രീകളുടെ തിരോധാന കേസിൽ എന്തെങ്കിലും പെൺവാണിഭ സംഘങ്ങൾക്കടക്കം ബന്ധമുണ്ടോ എന്ന ഉൾപ്പെടെയുള്ള സംശയങ്ങൾ അന്വേഷണ സംഘത്തിനുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം, നേരത്തെ മോൺസൺ മാവുങ്കൽ കേസുമായി ബന്ധപ്പെട്ട് മോൺസൺ മാവുങ്കലിന് തന്റെ ലോഡ്ജ് നൽകിയ ആളാണ് സതീശൻ. ഒപ്പം തന്നെ സതീശനുമായി ബന്ധപ്പെട്ട നിരവധി ദുരൂഹമായ കാര്യങ്ങളുമൊക്കെ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അതിനോടൊപ്പം സതീശന്റെ സഹോദരന്റെ മരണം, അതായത് ജയദേവൻ എന്ന സതീശന്റെ സഹോദരന്റെ മരണത്തിൽ ഏറ്റവും അധികം സംശയിക്കുന്ന ആത്മഹത്യ ണെന്ന് പറയുമ്പോൾ പോലും സംശയിക്കപ്പെടുന്ന ഒരാളാണ് സെബാസ്റ്റ്യൻ. കാരണം സതീശന്റെ സഹോദരൻ മരണപ്പെടുന്ന സമയത്ത് അയാളുടെ കോടികളുടെ തുക അയാളിൽ നിന്നും നഷ്ടപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ മരണപ്പെടുന്ന ദിവസത്തിന്റെ തലേ ദിവസം ഈ ജയദേവനും ഒപ്പം സെബാസ്റ്റ്യനും ഒരുമിച്ചിരുന്ന ചേർത്തലയിലെ ബാറിൽ മദ്യപിച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് റെയിൽവേ ട്രാക്കിൽ ഇയാളെ ഈ ജയദേവനെ മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും അതിനുശേഷവും ഇവരൊക്കെ തമ്മിൽ, സതീശനും ഒപ്പം തന്നെ സെബാസ്റ്റ്യനും ഒക്കെ തമ്മിൽ നല്ല ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ കണ്ടെത്താനായിട്ടുള്ളത്. ഒപ്പം തന്നെ അത് എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു ബന്ധം മുന്നോട്ട് പോയതെന്നും ഈ റിയൽ എസ്റ്റേറ്റ് പെൺവാണിഭ മാഫിയകൾക്ക് ഇതിനകത്ത് ഈ തിരോധാനങ്ങൾക്ക് പിന്നിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നൊക്കെയുള്ള പരിശോധനയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെയും ഒപ്പം തന്നെ പോലീസിന്റെയും ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെയൊക്കെ ഒരു തുടർച്ചയായാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണ സംഘം ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും കസ്റ്റഡിയിലല്ല അയാളെ ചോദ്യം ചെയ്യുന്നതിനായി അയാളെ വിളിച്ചു വരുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ശരണ്യ സ്നേഹജന്റെ റിപ്പോർട്ടാണ് കണ്ടത്. തിരുവനന്തപുരം കുറ്റിച്ചലിൽ മകന്റെ മർദ്ദനമേറ്റ അച്ഛൻ മരിച്ചു. വഞ്ചിക്കുഴിയിൽ സ്വദേശി രവീന്ദ്രനാണ് മരിച്ചത്. മകൻ നിഷാദ് പോലീസ് കസ്റ്റഡിയിലാണ്. മദ്യലഹരിയിലായിരുന്നു ആക്രമണം. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. മദ്യപിച്ച് വീട്ടിലെത്തിയ മകന്റെ മർദ്ദനമേറ്റതിന് പിന്നാലെയാണ് രവീന്ദ്രന്റെ മരണം. പ്രതി നിഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വഴുതക്കാട് സ്വകാര്യ ആയുർവേദ ഹോസ്പിറ്റലിലെ ഡ്രൈവറാണ് നിഷാദ്. ഇന്നലെ നിഷാദ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഓണാഘോഷം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഇരുവരും തർക്കത്തിലേർപ്പെട്ടു. ഇതിനിടെ രവീന്ദ്രനെ നിഷാദ് പിടിച്ചുതള്ളി. നിലത്ത് വീണ രവീന്ദ്രനെ നിഷാദ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഹൃദയ സംബന്ധമായ രോഗത്തിന് ചികിത്സയിലായിരുന്നു രവീന്ദ്രൻ. ന്യൂസ് 18 തിരുവനന്തപുരം. പത്തനംതിട്ട തിരുവല്ലയിൽ AIG വിനോദ് കുമാറിന്റെ സ്വകാര്യ വാഹനം വഴിയാത്രക്കാരനെ ഇടിച്ചിട്ട സംഭവത്തിൽ വിചിത്ര നടപടിയുമായി തിരുവല്ല പോലീസ്. അപകടത്തിൽപ്പെട്ട് പരുക്കേറ്റയാളെ പ്രതിയാക്കി തിരുവല്ല പോലീസ് കേസെടുത്തു. ഓഗസ്റ്റ് 30 രാത്രിയായിരുന്നു അപകടം. AIGക്കായി പോലീസ് ഒത്തുകളിച്ചെന്നാണ് ആക്ഷേപം. ഓഗസ്റ്റ് 30 രാത്രിയാണ് തിരുവല്ല കുറ്റൂരിൽ വെച്ച് AIG വിനോദ് കുമാറിന്റെ സ്വകാര്യ വാഹനം ഇതര സംസ്ഥാന തൊഴിലാളിയായ വഴിയാത്രക്കാരനെ ഇടിച്ച് പരിക്കേൽപ്പിച്ചത്. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ തിരുവല്ല പോലീസ് പരിക്കേറ്റ അതിഥി തൊഴിലാളിയുടെ പേരിൽ കേസെടുക്കുകയായിരുന്നു. മോട്ടോർ വാഹന നിയമപ്രകാരമാണ് കേസെടുത്തത്. വാഹനമോടിച്ച ഡ്രൈവറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തതെന്നാണ് പോലീസിൻ്റെ വാദം. AIGക്കായി പോലീസ് ഒത്തുകളിച്ചെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വാഹനം ജില്ലയിൽ അപകടത്തിൽപ്പെട്ടിട്ടും ജില്ലാ പോലീസ് മേധാവിയെ അറിയിക്കാതെ തിരുവല്ല പോലീസ് വിചിത്രമായ രീതിയിൽ കേസെടുത്തതിൽ പത്തനംതിട്ട SP R ആനന്ദ് കടുത്ത അതൃപ്തിയിലാണ്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് വിട്ടു. ന്യൂസ് 18 പത്തനംതിട്ട. കോഴിക്കോട് എരിഞ്ഞിപ്പാലത്ത് യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ആൺ സുഹൃത്തിന്റെ അറസ്റ്റ് ഉടനുണ്ടായേക്കും. കണ്ണാടിക്കൽ സ്വദേശിയും ജിം ട്രെയിനറുമായ ബഷറുദ്ദീനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനാണ് പോലീസിന്റെ നീക്കം. യുവാവിനെ പെൺകുട്ടി അയച്ച സന്ദേശം പോലീസ് കണ്ടെടുത്തു. എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി താനായിരിക്കുമെന്ന് എന്നാണ് ആയിഷ റഷയുടെ സന്ദേശം. എരഞ്ഞിപ്പാലത്ത് വാടക വീട്ടിലാണ് അത്തോളി സ്വദേശിനിയായ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആൺസുഹൃത്തായ ബഷറുദ്ദീൻ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുമായിരുന്നു. പിന്നീട് പോലീസിൽ വിവരം അറിയിച്ചതനുസരിച്ച് പോലീസ് ബഷറുദ്ദീനെ കസ്റ്റഡി എടുക്കുകയും ചെയ്തു. മംഗലാപുരത്ത് ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിനിയായ ഐഷ ഒരാഴ്ച മുമ്പാണ് കോഴിക്കോട്ടെത്തിയത്. കോഴിക്കോട് എത്തിയെങ്കിലും കിലോമീറ്ററുകൾ അടുത്തുള്ള അത്തോളിയിലെ സ്വന്തം വീട്ടിലേക്ക് പോയില്ല. ഈ സുഹൃത്തിനൊപ്പം തങ്ങുകയാണ് ചെയ്തത്. ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും ഈ വാക്കുതർക്കത്തിന് ഒടുവിലാണ് യുവതി ആത്മഹത്യ ചെയ്യുകയും ചെയ്തത് എന്നാണ് പോലീസ് പറയുന്നത്.
ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി താൻ വീടിന് പുറത്തേക്ക് പോകുന്നുവെന്ന് ബഷീറുദ്ദീൻ അറിയിച്ചു. ഇതേ തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയായിരുന്നു. താൻ മരിക്കുന്നതിന് ഉത്തരവാദി ബഷീറുദ്ദീൻ ആണെന്ന് വ്യക്തമാക്കുന്ന ആത്മഹത്യാ മെസ്സേജ് ഈ ബഷീറുദ്ദീന്റെ ഫോണിലേക്ക് അയച്ച മെസ്സേജ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഈ മെസ്സേജിന്റെ അടിസ്ഥാനത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഇയാളെ അറസ്റ്റ് ചെയ്യും എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ കുടുംബവും ഈ യുവതിയുടെ മരണം ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്ന വാദവുമായി മുന്നോട്ട് വന്നിരുന്നു. യുവതിയെ നിരന്തരമായി ഇയാൾ മർദ്ദിച്ചിരുന്നു. ഒപ്പം 2 വർഷത്തോളമായി അടുപ്പം കാണിക്കുകയും നഗ്നചിത്രങ്ങളും മറ്റുമൊക്കെ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ ചിത്രങ്ങൾ കാട്ടി ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. പക്ഷേ ഇതൊരു കൊലപാതകമല്ല, ആത്മഹത്യ തന്നെയാണ് എന്ന കൃത്യമായ നിഗമനത്തിൽ പോലീസ് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇയാളുമായുള്ള തർക്കങ്ങളും ഇയാളുമായുള്ള പ്രശ്നങ്ങളുമാവാം ഒരുപക്ഷെ ഈ ആത്മഹത്യയിലേക്ക് യുവതിയെ നയിച്ചതിന് കാരണം എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്നത്. നേരത്തെ ഈ കുടുംബം വെളിപ്പെടുത്തിയതനുസരിച്ച് ഈ കൂട്ടുകാരികളോട് ഐഷ ഈ ബഷീറുദ്ദീൻ ക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്നും മറ്റും വെളിപ്പെടുത്തിയതായി പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഐഷയുടെ കൂട്ടുകാരികളുടെ മൊഴിയെടുക്കുന്നതിനും പോലീസ് നീക്കം നടത്തുന്നുണ്ട്. ഐഷയുടെ മൊബൈൽ ഫോൺ കണ്ടുകിട്ടിയിരുന്നു. ഒരു ടാബ് അൺലോക്ക് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി പോലീസ് നീങ്ങുന്നുണ്ട്. എന്നാലും സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തും എന്നാണ് പോലീസ് അറിയിക്കുന്നത്. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കൊച്ചിയിലെ 26 കോടിയുടെ സൈബർ തട്ടിപ്പ് പ്രത്യേക സംഘം അന്വേഷിക്കും. തട്ടിപ്പ് നടത്തിയ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കാലിഫോർണിയയിൽ എന്നാണ് കണ്ടെത്തൽ. പല ഘട്ടങ്ങളിലായി തട്ടിയെടുത്ത തുക രാജ്യത്തെ ഒരു ബാങ്കിന്റെ വിവിധ അക്കൗണ്ടുകളിലായാണ് നിക്ഷേപിച്ചിരിക്കുന്നതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. കൊച്ചിയിലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉടമയാണ് തട്ടിപ്പിന് ഇരയായത്. കൊച്ചിയിൽ നടന്ന 25 കോടി രൂപയുടെ ഓൺലൈൻ സൈബർ തട്ടിപ്പ് സംബന്ധിയായ കാര്യങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തെ ഇതിനായി രൂപീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ സംഘം, ഈ ഓൺലൈൻ ട്രേഡിംഗ് ആപ്പ് അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നതും ഈ സംഘം നിലനിൽക്കുന്നതും കാലിഫോർണിയ കേന്ദ്രീകരിച്ചാണെന്നും ഇതിൽ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഈ തട്ടിപ്പ് സംഘത്തിന്റെ ഭാഗമാണെന്നും അന്വേഷണ സംഘം ഇതിനകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പലതവണയായി വിശ്വാസ്യത ആർജിച്ച ശേഷം കൊച്ചി സ്വദേശിയിൽ നിന്നാണ് 25 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ഇതിൽ ആദ്യഘട്ടത്തിൽ ഇവർ ഏതാണ്ട് 1.5 കോടിയോളം രൂപ ഇയാൾക്ക് ഇതിൻ്റെ ഒരു ലാഭവിഹിതമായി നൽകി വിശ്വാസ്യത ആർജിച്ചതിനു ശേഷമാണ് പിന്നീട് പല ഘട്ടങ്ങളിലായി ഇയാളിൽ നിന്ന് പണം സ്വീകരിക്കുകയും ചെയ്തത്. ഇങ്ങനെ തട്ടിയെടുത്ത പണം ഇന്ത്യയിലെ രാജ്യത്ത് തന്നെ വിവിധ ബാങ്കുകളുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന വിവരം കൂടി അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ അക്കൗണ്ടുകളും നിലവിൽ നിരീക്ഷണത്തിലാണ്. ഇത് ബാങ്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം ഇതുമായി കാര്യങ്ങൾ അന്വേഷിച്ച് വരികയാണ്. വലിയ രീതിയിലുള്ളൊരു തട്ടിപ്പാണ് ഇങ്ങനെ നടന്നിരിക്കുന്നത്. ഓൺലൈൻ ട്രേഡിംഗ് ആപ്പുകൾ വഴി വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ പലയിടങ്ങളിലായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും കൊച്ചിയിൽ ഇതാദ്യമായിട്ടാണ്, കേരളത്തിൽ ഇതാദ്യമായാണ് ഈ രീതിയിലുള്ള വലിയ തട്ടിപ്പ് പുറത്ത് വരികയും ചെയ്യുന്നത്. പലരിൽ നിന്ന് സ്വീകരിച്ച പണമാണ് ഇങ്ങനെ ഇത് ട്രേഡിംഗ് സൈറ്റുകളിൽ നിക്ഷേപിച്ചിട്ടുള്ളത് എന്നതാണ് ഈ പരാതിക്കാരനായ നിമോഷ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. ഇതിൽ ഈ രീതിയിൽ ഇയാൾ നാളുകളായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. അതിലൂടെ ലഭിച്ച പണമാണ് ഈ രീതിയിൽ നിക്ഷേപിച്ചതെന്നും ഇയാൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ സംഘത്തെക്കുറിച്ചും ഇവരുടെ ഇടപാടുകൾ സംബന്ധിയായ കാര്യങ്ങളെക്കുറിച്ചും വിശദമായ രീതിയിൽ അന്വേഷിച്ചു വരികയാണ്. സൈബർ പോലീസിംഗ് രംഗത്ത് ഈ രീതിയിലുള്ള അന്വേഷണം നടത്തി വിദഗ്ധരായവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ടീമാണ് ഇപ്പോൾ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. സാധാരണഗതിയിൽ വിദേശത്തു നിന്ന് നിയന്ത്രിച്ചാണെങ്കിൽ കൂടിയും ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് പല സംഘങ്ങളും ഇവരുടെ എല്ലാം തന്നെ ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ ഭാഗമാകാറുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുന്ന പല സംഘങ്ങളെക്കുറിച്ചും അന്വേഷിച്ച് വരികയാണ്. ഏതായാലും വലിയ രീതിയിലൊരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഈ വാർത്ത പുറത്തു വരുന്നതോടുകൂടി കൂടുതൽ പേരും പരാതികളുമായി രംഗത്ത് വരാനുള്ള ഒരു സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. മറുനാടൻ മലയാളി ഉടമ ഷാജൻ സ്കറിയെ ആക്രമിച്ചതിൽ വിശദീകരണവുമായി CPM. മറുനാടൻ മലയാളി വ്യാജ വാർത്ത നൽകി അപമാനിക്കാൻ ശ്രമിച്ച ചെറുപ്പക്കാരനാണ് ഷാജനെ മർദ്ദിച്ചതെന്നാണ് വാദം. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ശരത്താണ് സമൂഹ മാധ്യമം വഴി വിശദീകരണവുമായി എത്തിയത്. CPMന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കൊട്ടേഷനാണ് മർദ്ദനമെന്ന മറുനാടന്റെ വാദവും ശരത്ത് തള്ളുന്നു. അടിച്ചത് ശരിയോ തെറ്റോ എന്ന് നിയമപരമായി പരിശോധിക്കപ്പെടട്ടെ എന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. എവിടുന്നോ കിട്ടിയ പത്രക്കട്ടിങ്ങിലെ ഒരു മരണവാർത്തയിൽ നിന്നും ഇയാളുടെ യൂട്യൂബ് കാണുന്ന ഞരമ്പ് രോഗികൾക്ക് വേണ്ടിയുള്ള എല്ലാ വഷളത്തരങ്ങളും ചേർത്ത് ഇയാളുടെ സ്വതസിദ്ധമായ മനോവികൃതങ്ങളും ചേർത്ത് ഇയാൾ കഥകൾ ഉണ്ടാക്കി വിളമ്പുന്നു. ഇരു കുടുംബങ്ങൾക്കും ഇല്ലാത്ത പരാതികൾ ഉണ്ടെന്ന് വരുത്താൻ ശ്രമിക്കുന്നു. ഒരു കഥയിൽ നിർത്താതെ വീണ്ടും വീണ്ടും കഥകൾ ഉണ്ടാക്കി
ഇയാൾ അതിൽ ആനന്ദം കണ്ടെത്തുന്നു. അങ്ങനെ തകർന്നുപോയൊരു ചെറുപ്പക്കാരന്റെ തലയിൽ ചവിട്ടി അവനെ തകർച്ചയുടെ പടുകുഴിയിലേക്ക് താഴ്ത്തിക്കളയാൻ ആവേശത്തോടുകൂടി ഇയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഷാജൻ സ്കറിയയുടെ മനോവികൃതത്തിന്റെ വിഷപ്പല്ലുകൊണ്ട് മുറിവേറ്റ ആദ്യത്തെയോ അവസാനത്തെയോ ആളല്ല ആ ചെറുപ്പക്കാരൻ. അത്തരം ആയിരക്കണക്കിന് മനുഷ്യരിൽ ഒരാൾ. തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ദുഃഖത്തെക്കുറിച്ച് വൃത്തികെട്ട കഥകളുണ്ടാക്കി പ്രചരിപ്പിച്ച് അതിൽ ആനന്ദം കണ്ടെത്തിയ ഒരാളെ മുഖാമുഖം കണ്ടപ്പോൾ ആ മുഖമടച്ചൊന്നു കൊടുക്കാനാണ് അവന് തോന്നിയത്. അവന്റെ സുഹൃത്തുക്കളും അവന്റെ ചിന്തയ്ക്കൊപ്പം നിന്നു. അങ്ങനെയാണ് ഈ ഷാജൻ സ്കറിയയ്ക്ക് അടി കിട്ടിയത്. അടിച്ചത് ശരിയോ തെറ്റോ എന്നത് നിയമപരമായി പരിശോധിക്കപ്പെടട്ടെ. ഈ ചെറുപ്പക്കാരന്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഇതിനോട് പ്രതികരിക്കുക? നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു യൂട്യൂബ് ചാനലും തുറന്ന് ആരെക്കുറിച്ചും എന്ത് വൃത്തികേടും ഈ നാട്ടിൽ പറയാം എന്ന സ്ഥിതി പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ? ഇതിനൊക്കെ ഇരയാകേണ്ടി വരുന്ന മനുഷ്യർക്കും വികാരങ്ങളില്ലേ? അതേസമയം ബംഗളൂരുവിൽ നിന്ന് പിടികൂടിയ പ്രതികളെ തൊടുപുഴയിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. ഒന്നാം പ്രതി മാത്യൂസ് കൊല്ലംപള്ളി ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ്. പരീക്ഷാ ഹാളിൽ വെച്ച് ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്നാരോപിച്ച് വിദ്യാർത്ഥിനികൾ നൽകിയ കേസിൽ അധ്യാപകനെ കോടതി കുറ്റവിമുക്തനാക്കി. മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ ഇക്കണോമിക്സ് വിഭാഗം മേധാവിയായിരുന്ന ആനന്ദ് വിശ്വനാഥനെയാണ് കുറ്റക്കാരനല്ലെന്ന് കണ്ട് തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടത്. രാഷ്ട്രീയ പ്രേരിതമായി കെട്ടിച്ചമച്ച കേസാണിതെന്നാണ് കോടതിയുടെ നിരീക്ഷണം. ചെയ്യാത്ത കുറ്റത്തിന് പതിറ്റാണ്ടിലേറെ അനുഭവിച്ച വേദനയെക്കുറിച്ചാണ് ആനന്ദ് വിശ്വനാഥിന് പറയാനുള്ളത്. ഒടുവിൽ നീതിദേവത കനിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് ഇന്നീ അധ്യാപകൻ. മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ആനന്ദ് വിശ്വനാഥൻ 2014 ഓഗസ്റ്റിൽ നടന്ന MA ഇക്കണോമിക്സ് 2ാം സെമസ്റ്റർ പരീക്ഷാ ഹാളിൽ കോപ്പിയടി പിടിച്ചതിന് പിന്നാലെയാണ് വിദ്യാർത്ഥികൾ അധ്യാപകനെതിരെ പീഡന പരാതി നൽകിയത്. 2 സിൻഡിക്കേറ്റ് അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എൻക്വയറി കമ്മിറ്റി രൂപീകരിക്കുകയും അവർ എൻക്വയറി നടത്തുകയും ആ എൻക്വയറി റിപ്പോർട്ടിനകത്ത് നിഗൂഢമായ രീതിയിൽ, അതായത് പ്രിൻസിപ്പലിൻ്റെ ഭാഗത്തുള്ള ലാപ്സസും എക്സാം ഇൻവിജിലേറ്ററൊക്കെ ആളുടെ ഭാഗത്തുണ്ടായ വീഴ്ചയും ഇതെല്ലാം കൂടി കാണിച്ചിട്ടുള്ള റിപ്പോർട്ട് വന്നിരുന്നു. 2 കുട്ടികളെ ഡീബാർ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഭരണം മാറുമ്പോഴേക്കും ഈ എൻക്വയറി റിപ്പോർട്ട് തന്നെ അട്ടിമറിക്കുക ചെയ്തവർ, അതായത് ഇവരുടെ ഇടതുപക്ഷ അനുകൂല സംഘടനകൾ ചേർന്നിട്ട്. പരീക്ഷ ഇൻവിജിലേറ്ററായിരുന്ന ആൾ കോപ്പിയടിച്ച വിവരം സർവകലാശാലയെ അറിയിച്ചിരുന്നില്ല. ഇതും ആനന്ദ് വിശ്വനാഥിന് തിരിച്ചടിയായി. SFI അനുഭാവികളായ വിദ്യാർത്ഥിനികൾ പരാതി തയ്യാറാക്കിയത് മൂന്നാറിലെ CPM പാർട്ടി ഓഫീസിൽ വെച്ചാണെന്നാണ് സർവകലാശാല അന്വേഷണ കമ്മീഷൻ പിന്നീട് കണ്ടെത്തിയത്. പെൺകുട്ടികൾ തന്നെ ഇക്കാര്യം കമ്മീഷനോട് തുറന്നു പറഞ്ഞു. ഇവർ ഏകപക്ഷീയമായിട്ട് തീരുമാനിച്ച് ആ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെയും ഇവിടെ റിപ്പോർട്ട് ചെയ്തു ഞാൻ കുറ്റക്കാരനാക്കപ്പെടുകയും ചെയ്തു. പക്ഷെ അതായിരുന്നില്ല. പ്രൊഫസർ പരീക്ഷാ ഹാളിൽ വെച്ച് തങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നും കോപ്പിയടി കേസിൽ കുടുക്കുമെന്നും ഇന്റേണൽ മാർക്ക് നൽകില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പരാതിയിലുണ്ടായിരുന്നത്. ഇവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അധ്യാപകനെതിരെ 4 കേസുകളാണ് മൂന്നാർ പോലീസ് രജിസ്റ്റർ ചെയ്തത്. ലൈംഗിക പീഡന കുറ്റമാരോപിച്ച് ദേവികുളം മജിസ്ട്രേറ്റ് കോടതിയിൽ 4 കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. ഇതിൽ 2 കേസിൽ ആനന്ദ് വിശ്വനാഥിനെ വെറുതെ വിട്ടു. എന്നാൽ മറ്റു 2 കേസിൽ അദ്ദേഹത്തെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി 3 വർഷം തടവും 5000 രൂപ പിഴയും ചുമത്തി. ഇതിനെതിരെ ആനന്ദ് വിശ്വനാഥൻ 2021 തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകി. ഇത് പരിഗണിച്ച കോടതി കേസിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് നിരീക്ഷിക്കുകയായിരുന്നു. പോലീസിനെതിരെയും വിമർശനമുണ്ടായി. ന്യൂസ് 18 ഇടുക്കി. കേരള സർവകലാശാല രജിസ്ട്രാർ ചുമതലയിൽ നിന്ന് മിനി കാപ്പനെ മാറ്റും. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യം അംഗീകരിച്ചാണ് നടപടി. പകരം ജോയിന്റ് രജിസ്ട്രാർ ഡോക്ടർ രശ്മി ആറിനാണ് ചുമതല. മിനി കാപ്പനെ അംഗീകരിക്കില്ലെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നിലപാടെടുത്തതോടെയാണ് നടപടി. രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയ യോഗത്തിന് ശേഷം ഇതാദ്യമായാണ് വീണ്ടും സിൻഡിക്കേറ്റ് ചേരുന്നത്. യോഗം ആരംഭിച്ചതു മുതൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വലിയ പ്രതിഷേധമുയർത്തി. രജിസ്ട്രാർ നിയമനം സിൻഡിക്കേറ്റിന്റെ അധികാരമാണെന്നും VCയുടെ നടപടി ചട്ടവിരുദ്ധമെന്നും ഇടതംഗങ്ങൾ വാദിച്ചു. പ്രതിഷേധം കടുത്തതോടെ സമവായ നീക്കമായി മിനി കാപ്പന്റെ നിയമനം സിൻഡിക്കേറ്റ് റദ്ദാക്കി. പകരം ചുമതല കാര്യവട്ടം ക്യാമ്പസിലെ ജോയിന്റ് രജിസ്ട്രാർ രശ്മി ആറിന് നൽകി. തീരുമാനം ഔദ്യോഗികമാകുന്നതോടെ മിനി കാപ്പൻ ചുമതലയിൽ നിന്ന് ഒഴിയും. നേരത്തെ കേരള സർവകലാശാല രജിസ്ട്രാർ ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മിനി കാപ്പൻ തന്നെ വൈസ് ചാൻസലർ മോഹൻ കുന്നുമലിന് കത്തയച്ചിരുന്നു. പദവി ഏറ്റെടുക്കാൻ താൽപര്യമില്ലെന്ന് അറിയിച്ചാണ് VCക്ക് കത്ത് നൽകിയത്. പുതിയ തീരുമാനത്തോടെ സർവകലാശാല നേരിടുന്ന ഭരണപ്രതിസന്ധിക്ക് പരിഹാരമാകാനാണ് സാധ്യത. അതേസമയം
രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ വിഷയം യോഗം പരിഗണിച്ചില്ല. അനിൽകുമാറിന്റെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലായതിനാൽ സാങ്കേതികമായി വിഷയത്തിൽ തീരുമാനമെടുക്കാനായില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. പുതിയ സൗഹൃദത്തിന് തുടക്കം കുറിച്ച് അമേരിക്കയ്ക്കെതിരെ ഇന്ത്യയും ചൈനയും റഷ്യയും അടങ്ങുന്ന ത്രികക്ഷി സഖ്യത്തിന് കളമൊരുങ്ങുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര യുദ്ധത്തെ മറികടക്കാൻ ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക ഭദ്രത വർദ്ധിക്കുന്നതടക്കം നിർണായക തീരുമാനങ്ങൾ ത്രികക്ഷി സഖ്യത്തിൽ ഉണ്ടാകും. അതിനിടെ സമൂഹ മാധ്യമങ്ങളിൽ ഇന്ത്യക്കെതിരെ വീണ്ടും വിമർശനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ഇന്ത്യൻ വാണിജ്യ ബന്ധം ഏകപക്ഷീയമെന്നായിരുന്നു ട്രംപിന്റെ ആരോപണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര യുദ്ധത്തെ മറികടക്കാൻ ലോകരാജ്യങ്ങൾക്കിടയിൽ പുതിയ വാതിലുകൾ തുറക്കുകയാണ് ഇന്ത്യ. റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയോടെ അമേരിക്കയ്ക്കെതിരായ വിലപേശലിന് ഇന്ത്യ തയ്യാറെടുക്കുന്നു. നിർജീവ അവസ്ഥയിലായിരുന്ന ഷാങ്ഹായ് സഹകരണ രാജ്യങ്ങളുടെ കൂട്ടായ്മ പൊതുശത്രുവിനെതിരെ ഒന്നിക്കുകയാണ്. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഉയർത്തുന്ന വെല്ലുവിളികളെ തരണം ചെയ്യുകയാണ് പുതിയ അച്ചുതണ്ടിന്റെ ലക്ഷ്യം. ലോകത്ത് ക്രൂഡ് ഓയിൽ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന റഷ്യയും അഫ്ഗാനിസ്ഥാനും SCOയിലെ അംഗരാജ്യങ്ങളായ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും സഹായകരമായ രീതിയിൽ ഇന്ധനം നൽകുകയാണെങ്കിൽ തെക്കനേഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക ഭദ്രത വർദ്ധിക്കും. വിമാനങ്ങളും യുദ്ധസാമഗ്രികളും എണ്ണയും തങ്ങൾ നൽകുമെന്ന അമേരിക്കൻ താൽപര്യങ്ങളെ വേരോടെ പിഴുതെറിയുകയാണ് സഖ്യത്തിന്റെ ലക്ഷ്യം. ഡിസംബറിൽ ക്വാഡ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കൂടി ഇന്ത്യ സന്ദർശിക്കുന്നതോടെ ഏഷ്യൻ രാജ്യങ്ങളുടെ സഹകരണം കൂടുതൽ വർദ്ധിക്കും. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ പിന്നോട്ടില്ല എന്ന ഇന്ത്യയുടെ നിലപാടിന് റഷ്യയുടെയും ചൈനയുടെയും പിന്തുണ ലഭിക്കുന്നതോടെ ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിലെ ത്രികക്ഷി സഖ്യത്തിൽ ഇന്ത്യ നിർണായക ശക്തിയായി മാറും. അതിനിടെ ഇന്ത്യയുമായുള്ള വ്യാപാരം ഏകപക്ഷീയ ദുരന്തമാണെന്ന പ്രസ്താവനയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. US ഉൽപ്പന്നങ്ങൾക്ക് തീരുവ എടുത്തു കളയാം എന്ന് ഇന്ത്യ ഉറപ്പു നൽകിയതാണെന്നും എന്നാൽ സമയം ഏറെ വൈകിയെന്നും ട്രംപ് അവകാശവാദം ഉന്നയിച്ചു. എന്നാൽ ഒരടി പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ. ഉച്ചകോടിയുടെ വേദിയിൽ നിന്ന് ഒരേ കാറിൽ നരേന്ദ്രമോദിയോടൊപ്പം പുടിനും മടങ്ങിയത് സൂചിപ്പിക്കുന്നതും ട്രംപിന്റെ ഭീഷണി കണക്കിലെടുക്കുന്നില്ലെന്ന് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വംശീയകലാപ ബാളിക്കത്തിയ മണിപ്പൂരിൽ 2 വർഷത്തിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയേക്കും. ഈ മാസം 13-ന് മോദി മണിപ്പൂർ സന്ദർശിക്കുമെന്നാണ് വിവരം. വംശീയ അക്രമം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം മോദി മണിപ്പൂർ സന്ദർശിക്കാത്തത് ഏറെ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. പ്രധാനമന്ത്രി കലാപ മേഖല സന്ദർശിക്കണമെന്നും ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാനായി ആവശ്യപ്പെടണമെന്നും അടക്കം നിരവധി കോണുകളിൽ നിന്ന് നിരന്തരം ആവശ്യം ഉയർന്നെങ്കിലും അതിനെക്കുറിച്ച് ഒരു വാക്കുപോലും പറയാൻ മോദി തയ്യാറായിരുന്നില്ല. പാർലമെന്റിൽ പോലും മോദി മണിപ്പൂർ എന്ന പദം പോലും പറയാത്തതിനെതിരെ പ്രതിപക്ഷവും രംഗത്തെത്തിയിരുന്നു. എന്നാൽ മോദിയുടെ സന്ദർശനത്തെക്കുറിച്ച് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലെന്ന് ഇംഫാലിലെ ഉദ്യോഗസ്ഥർ പറയുന്നു. അന്താരാഷ്ട്ര 2020-ൽ നിന്ന് വിരമിച്ച ഓസ്ട്രേലിയൻ പേസർ മിച്ചൽ സ്റ്റാർക്ക് അടുത്ത വർഷം ലോകകപ്പ് നടക്കാനിരിക്കെയാണ് സ്റ്റാർക്കിന്റെ അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനം. ടെസ്റ്റിലും 2027-ലെ ലോകകപ്പിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഞങ്ങൾ കുറച്ചും കൂടി കണ്ടെത്തേണ്ടിയിരുന്നു. പണ്ട് കുറച്ചും കൂടി അത് ഞങ്ങൾ കണ്ടെത്തും, പാർട്ടി അത് ചെയ്യും. പക്ഷേ ആദ്യമേ തങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ട് ദുരിതബാധിതർക്ക് ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കുക എന്നുള്ളതിനാണ് പ്രയോറിറ്റി. അതാണ് ഞങ്ങളിങ്ങനെ ചെയ്യുന്നത്. വിവാദം ഉണ്ടാക്കുന്ന എന്തിനാ ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഇവിടെ ഗവൺമെൻറ്റും സന്നദ്ധ സംഘടനകളും എല്ലാവരും ചെയ്യുന്നത് വയനാട്ടിലെ ഇതേ തരം ഭൂമിയിലാണ്. അപ്പം എല്ലാവർക്കും ചെയ്യാം, ഞങ്ങൾക്ക് മാത്രം ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? അതാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്, അതാണ് ആത്മവിശ്വാസത്തോടു കൂടി ഞാനതാ പറഞ്ഞു. ഈ തോട്ടം പറമ്പ് എന്ന് പറയേണ്ട കാര്യമില്ല. വയനാട്ടിൽ ഇവരൊക്കെ ചെയ്യുന്നത് അതേ സാധനം തന്നെയാണ്. ഇവിടെ സന്നദ്ധ സംഘടനകൾ ഞങ്ങൾ മാത്രമല്ലല്ലോ, എല്ലാവരും ചെയ്യുന്നത് ഒരേ തരം ഭൂമിയിലാണ്. എല്ലാവർക്കും അനുവാദം കൊടുത്തിട്ടുണ്ട്. ബഹുഭൂരിപക്ഷമുള്ള അനുവാദങ്ങൾ ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. ഭൂമി തരം മാറ്റിയെന്ന കണ്ടെത്തലിൽ സംസ്ഥാന ലാൻഡ് ബോർഡ് ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. 11.2 ഏക്കറിൽ 105 വീടുകളാണ് ഇവിടെ ഒരുങ്ങുന്നത്. 8 സെന്റിൽ നിർമ്മിക്കുന്ന 1000 സ്ക്വയർ ഫീറ്റ് വീടുകൾ 8 മാസത്തിനകം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. ഓണവിശേഷങ്ങളിലേക്ക്.
ആചാരപ്പെരുമയിൽ തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കാൻ മങ്ങാട്ട് ഭട്ടതിരി പുറപ്പെട്ടു. കോട്ടയം കുമാരനല്ലൂർ മങ്ങാട്ടില്ലത്തെ അനൂപ് നാരായണ ഭട്ടതിരിയാണ് ഇത്തവണ അകമ്പടി സേവിക്കാൻ പുറപ്പെട്ടത്. തിരുവാറന്മുളയപ്പന് ഓണസദ്യയ്ക്കുള്ള വിഭവങ്ങളുമായി കാട്ടൂരിൽ നിന്നും തിരുവോണ ദിവസം ആറന്മുളയിലെത്തുന്ന തിരുവോണത്തോണിക്ക് അകമ്പടി നൽകാനാണ് ആചാരപ്പെരുമയിലുള്ള ഈ യാത്ര. മങ്ങാട്ടില്ലത്തെ ആചാരപരമായ പൂജകൾ പൂർത്തിയാക്കിയാണ് ഭട്ടതിരി പുറപ്പെട്ടത്. മങ്ങാട്ടില്ലത്തെ അനൂപ് നാരായണ ഭട്ടതിരിക്കാണ് ഇത്തവണത്തെ നിയോഗം. മീനച്ചിലാർ വഴി വേമ്പനാട്ട് കായലിലെത്തി 3-ാം ദിവസമാണ് തോണി കാട്ടൂരിലെത്തുന്നത്. തിരുവോണ ദിവസം പുലർച്ചെ തിരുവാറന്മുളയപ്പന് വിഭവങ്ങളുമായി കാട്ടൂരിൽ നിന്നും തിരുവോണത്തോണി ആറന്മുളയിലെത്തും. എല്ലാ വർഷവും തിരുവോണ നാളിൽ കാലുകഴിച്ചൂട്ട് നടത്തുക എന്നൊരു ചടങ്ങ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ കാലുകഴിച്ചൂട്ടിനാരും എത്താതെ വരികയും ഇദ്ദേഹം വളരെയധികം വിഷമത്തോടു കൂടി പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് ഒരു ബാലൻ വന്ന് ഭക്ഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ഇദ്ദേഹം വളരെയധികം സന്തോഷപൂർവ്വം ആചരിച്ചിരുത്തി ഭക്ഷണം കൊടുത്ത് പോകാൻ നേരത്ത് ബാലൻ പറഞ്ഞു, എനിക്ക് അവിടുത്തെ അതിഥേയത്വം വളരെയധികം ഇഷ്ടമായി, എല്ലാ വർഷവും ഇനി ഞാൻ അവിടുത്തെ കൈകൊണ്ട് ഊണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാണ് മടങ്ങിയത്. പിറ്റേ വർഷം ഓണത്തിന് മുൻപ് മുത്തശ്ശനൊരു സ്വപ്നദർശനം ഉണ്ടായി. സാക്ഷാൽ തിരുവാറന്മുളയപ്പൻ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇനി തൊട്ട് എല്ലാ തിരുവോണത്തിനും ഇവിടെ എന്നെ വന്ന് കാണുക, അവിടുത്തെ കൈകൊണ്ട് വേണം എനിക്ക് അന്നത്തെ അന്നം എന്നുള്ള രീതിയിൽ പറഞ്ഞ് മടങ്ങുകയാണ് ഉണ്ടായത്. കാലക്രമേണ നമ്മൾ കോട്ടയത്തിന് മാറിയെങ്കിലും ഇന്നും ചിങ്ങമാസത്തിലെ മൂലം നാളിൽ ഇവിടുന്ന് പുറപ്പെട്ട് ഉത്രാടത്തിൻ്റെ അന്ന് നമ്മൾ കാട്ടൂരുന്ന വിഭവങ്ങളുമായിട്ട് തിരുവോണത്തോണിയിലേറി തിരുവോണത്തിൻ്റെ അന്ന് വെളുപ്പിന് എത്തുന്ന രീതിയിലാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ക്രമീകരണങ്ങൾ. ഇത് 3-ാം വർഷമാണ് അനൂപ് നാരായണ ഭട്ടതിരി തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കാനായി പുറപ്പെടുന്നത്. ഉത്രാട ദിവസം കാട്ടൂർ ക്ഷേത്രത്തിലെ പൂജകളിൽ പങ്കെടുത്ത ശേഷമാണ് ആചാരപരമായ യാത്ര. ന്യൂസ് 18 കോട്ടയം. തൊഴിലിന് താൽക്കാലിക അവധി കൊടുത്ത് പച്ചക്കറി കൃഷിക്കാരനായ രാജേഷ് ഇപ്പോൾ പഞ്ചായത്തിലെ തന്നെ മികച്ച കർഷകൻ എന്ന നേട്ടത്തിലാണ്. ഓണക്കാലമായതോടെ രാജേഷിന്റെ കൃഷിയിടം തേടിയെത്തുന്നതും നിരവധി പേരാണ്. അധ്വാനം കൊണ്ട് മണ്ണിൽ പൊന്നു വിളയിച്ച ജൈവ കർഷകൻ രാജേഷ് ഏറെക്കാലത്ത് അധ്വാനം ഫലം കണ്ട സന്തോഷത്തിലാണ്. പൂതക്കുളം പഞ്ചായത്തിലെ 5.5 ഏക്കറിൽ ഇന്ന് പച്ചക്കറികൾ നിറഞ്ഞു നിൽക്കുകയാണ്. പച്ചക്കറികളിലെ കീടനിയന്ത്രണത്തിന് നട്ട ചെണ്ടുമല്ലികളും പൂവിട്ടു. ഞാൻ കർഷകനല്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കളിയാക്കിയപ്പം അവരെക്കാൾ വലിയ കർഷകനാവണമെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് കൃഷിക്ക് ഇറങ്ങിയതാണ്. അങ്ങനെ കൃഷിയിലേക്ക് വന്ന് കൃഷി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഉണ്ടായിരുന്ന ജോലി കളഞ്ഞിട്ട് ഫുൾ ടൈം കൃഷിയിലേക്ക് മാറിയൊരവസ്ഥയിലാണ്. ഇപ്പം ഞാൻ ഈ 5 ഏക്കർ പറയുന്നെങ്കിലും ഒരു മാസം കൂടി കഴിയുമ്പോഴത്തേക്ക് എൻ്റെ കൃഷിഭൂമിയുടെ വ്യാപ്തി ഒരു 8.5 ഏക്കറിലേക്ക് എത്തും. അതായത് പഞ്ചായത്തിന്റെ മൊത്തം പച്ചക്കറി ഉൽപ്പാദനത്തിന്റെ 10% എൻ്റെ പേരിലാക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞങ്ങൾക്ക് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. ചെത്ത് തൊഴിലാളിയാണ് രാജേഷ്. തൊഴിലിന് താൽക്കാലിക അവധി കൊടുത്തു തുടങ്ങിയ കൃഷി 8.5 ഏക്കറിലേക്ക് വ്യാപിപ്പിക്കാനാണ് തീരുമാനം. കട്ട സപ്പോർട്ടുമായി കുടുംബവും കൂടെയുണ്ട്. രാജേഷിലെ കർഷകന് കൈയടിച്ച് നാട്ടുകാരും ഒപ്പമുണ്ട്. ന്യൂസ് 18 കൊല്ലം. ഓണത്തിന് ഓങ്ങല്ലൂർക്കാർക്ക് വിഷരഹിത പച്ചക്കറി കൂട്ടി സദ്യയുണ്ണാം. അതിനായി പച്ചക്കറി കൃഷിയിൽ വിപ്ലവം തീർക്കുകയാണ് കരിമ്പുള്ളിയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ. കണ്ണിനും മനസ്സിനും കുളിരായി ഒരേക്കറിൽ ഇറക്കിയ പച്ചക്കറി കൃഷിയിൽ നിന്ന് മികച്ച വിളവാണ് ലഭിക്കുന്നത്. ഓങ്ങല്ലൂരിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അധ്വാനമാണിത്. ഓണവിപണി ലക്ഷ്യമിട്ടാണ് കൃഷി. നട്ട പച്ചക്കറികളെല്ലാം 100 മേനി വിളവ് നൽകി. ധനലക്ഷ്മി ലേബർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ 1 ഏക്കറിലാണ് വിഷരഹിത പച്ചക്കറികൾ വിളയിച്ചെടുത്തത്. ഓണക്കാലത്ത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറികളുടെ വില നിയന്ത്രിക്കാൻ തദ്ദേശീയമായി വിളയിച്ചെടുത്ത പച്ചക്കറികൾക്കാകും എന്നാണ് ഇവരുടെ പക്ഷം. ഓണമായതോടെ നല്ല വിപണിയും കിട്ടി. ജൈവരീതിയിലായിരുന്നു കൃഷി. വിവിധ ഗ്രൂപ്പുകളാക്കി തിരിച്ച് ഇത് ധനലക്ഷ്മി ലേബർ ഗ്രൂപ്പിന്റെ വിളവെടുപ്പിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ പയറുകളായി കഴിഞ്ഞു. വെണ്ടുണ്ട്, കുമ്പളം, ചെരങ്ങ, അതുപോലെ പൂള, എല്ലാ പച്ചക്കറി സാധനങ്ങളും ഇവിടെ വിളവ് എടുത്തിട്ടുണ്ട്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ ജൈവ രീതിയിൽ
അത് മാത്രമല്ല ഓണക്കാലത്ത് പച്ചക്കറിക്കൊക്കെ വലിയ രീതിയിൽ വില കൂടുമ്പോൾ ആ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തുന്നതിനും അതുപോലെ നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് ജൈവ പച്ചക്കറി കൃഷി അതുപോലെ തന്നെ ജൈവ പച്ചക്കറി കഴിക്കുന്നതിനും ഇതുകൊണ്ടൊക്കെ ഉപകാരപ്രദമാകും. വെണ്ട, പയർ തുടങ്ങി വിവിധ ഇനം പച്ചക്കറികളാണ് കൃഷി ഇറക്കിയത്. പഞ്ചായത്തിലെ വിവിധ ലേബർ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പച്ചക്കറി കൃഷി നടക്കുന്നുണ്ട്. ന്യൂസ് 18 ഓങ്ങല്ലൂർ. ഓണത്തെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നിരവധി ഗ്രാമങ്ങളുണ്ട് തമിഴ്നാട്ടിൽ. കേരളത്തിൽ പൂക്കളം ഒരുക്കാൻ വസന്തം തീർക്കുന്ന ഗ്രാമങ്ങൾ. പൂക്കൃഷിക്ക് പേരുകേട്ട തേനിയിലെ പലവരായൻപട്ടിയിലെ ഓണക്കാഴ്ചകളിലേക്കാണ് ഇനി പോകുന്നത്. പല്ലവരായൻപട്ടിയുടെ ഗ്രാമവഴിയുടെ ഇരുവശത്തും നോക്കത്താ ദൂരത്തോളം പൂപ്പാടങ്ങളാണ്. ജമന്തിയും ചെണ്ടുമല്ലിയും മുല്ലയും റോസും അരളിയും വാടാമല്ലിയും ഒക്കെ പൂക്കുന്ന പാടങ്ങൾ. കേരളത്തിനൊപ്പം കർണാടകയിലേക്കും ആന്ധ്രാപ്രദേശിലേക്കും വിദേശത്തേക്കുമൊക്കെ ഇവിടുന്ന് പൂക്കൾ കയറ്റുമതി ചെയ്യാറുണ്ട്. പ്രധാന മാർക്കറ്റ് കേരളം തന്നെ. ஓணக்காலமான பிரதான விபணி. எங்களுக்கு இந்த ஓணம் அனுசரித்து இந்த நெருங்கி வாரதுனால கொஞ்சம் சம்சாரி எல்லாம் கொஞ்சம் வேலையை வந்து எல்லா பூவுக்குமே எதிர்பார்த்து தேடி வச்சுக்கிட்டு இருக்காங்க. கேரளா வியாபாரிகள் வந்து நம்ம மார்க்கெட்டில் பூ இதை வந்து பர்ச்சேஸ் பண்ணாங்கன்னா கொஞ்சம் எங்களுக்கு கொஞ்சம் நல்ல மகிழ்ச்சியாகவும் இருக்கும், நல்லாவும் இருக்கும். எல்லா பூக்கும் வந்து இது ரேட்டு போகும், സംസാരിക്ക് നല്ല ലാഭമായിരിക്കും. പല്ലവരായൻപട്ടിയിലെ 500ഓളം കർഷകർ 1000 ഏക്കറിലധികം സ്ഥലത്ത് പൂക്കൃഷി നടത്തുന്നുണ്ട്. ഓണം ഇവർക്കും പ്രതീക്ഷയുടെ ഉത്സവമാണ്. இதில் வந்து செண்டு பூ இருக்குது, மல்லிகைப்பூ, கோழிக்கொண்டா. உங்களுக்கு வந்து கூடுதல் வந்து செண்டு பூ தான் உங்களுக்கு நல்ல யூஸ் ஆகும்னு ஆளுங்க எல்லாம் அவங்க சொல்லிக்கிட்டு இருக்காங்க. இருந்தாலும் இது கோழிக்கொண்டா இதுக்கு எல்லாமே வந்து வெரைட்டியாக வந்து அவங்க கேரளா தான், இது கேரளாவுக்கு தான் முதலிடம். കർഷകർ പല്ലവരായൻപട്ടിയിലെ മാർക്കറ്റിലാണ് പൂക്കൾ വിൽക്കുന്നത്. ഇവിടുന്ന് ആവശ്യക്കാർ ലേലം വിളിച്ചു വാങ്ങും. இங்கே உள்ள சம்சாரிகள் பூராமே பூ அதிகமாக உள்ளது. இங்கே உள்ள பூக்கள் வந்து செண்டு பூவு, மல்லிகைப்பூ, ரோசா பூவு, சம்மங்கி, மற்ற அனைத்து வகை பூவுகள் இங்கே கிடைக்கும். ஓணத்துக்கு வந்து கேரளாவில் இருந்து மக்கள் வந்து இங்கே வந்து வருஷம் வந்து அதிகமாக பூ வாங்கிட்டு போவாங்க. இந்த வட்டமும் அதே போல் வரணும், பூவில் வந்து விலை போகணும், எங்களுக்கும் ஒரு விலைவாசி கிடைக்கணும், சம்சாரிகளுக்கு மிக சந்தோஷப்படுவாங்க. ചെണ്ടുമല്ലിക്ക് 30, ജമന്തിക്ക് 150, വാടാമല്ലി 120, മുല്ലയ്ക്ക് കിലോയ്ക്ക് 900 രൂപ, അരളിക്ക് 260 എന്നിങ്ങനെയാണ് നിലവിലെ വില. മറ്റ് സമയങ്ങളിലും കേരളത്തിലേക്ക് പൂക്കൾ എത്താറുണ്ടെങ്കിലും ഓണനാളുകളാണ് ഈ ഗ്രാമത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷകളും പേറുന്നത്. മലയാളക്കരയുടെ ഓണാഘോഷത്തെ വരവേൽക്കാൻ തമിഴകത്തിൻ്റെ പൂപ്പാടങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. എങ്ങും ചെണ്ടുമല്ലിയും ജമന്തിയും മുല്ലയുമൊക്കെ വിരി നിൽക്കുന്ന പൂപ്പാടങ്ങളാണ്. ഓരോ ഓണക്കാലവും തമിഴകത്തെ പൂക്കർഷകർക്ക് പ്രതീക്ഷയുടെ കാലഘട്ടം കൂടിയാണ്. പൂക്കൃഷിക്ക് പേരുകെട്ട തേനി പല്ലവരായൻപട്ടിയിൽ നിന്നും പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18. പാലക്കാട് തൃത്താലയിൽ ഇക്കൊല്ലം മീനോണം ആഘോഷത്തിനുള്ള ഒരുക്കത്തിലാണ്. സുസ്ഥിര തൃത്താലയുടെ കാർഷിക കാർണിവലിന്റെ ഭാഗമായാണ് മീനോണം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി നടത്തിയ വരാൽ മത്സ്യകൃഷി വിളവെടുത്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഓണത്തോടനുബന്ധിച്ച് തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കുന്ന കാർഷിക കാർണിവലിന്റെ ഭാഗമായാണ് വരാൽ മത്സ്യകൃഷി നടത്തിയത്. ഇതിന്റെ വിളവെടുപ്പാണ് മീനോണം. മന്ത്രി എം പി രാജേഷ് വിളവെടുപ്പ് മഹോത്സവം ഉദ്ഘാടനം ചെയ്തു. ആദ്യമായിട്ടാണ് ഞാൻ ഈ മത്സ്യം പിടിക്കുന്നത്, അതാദ്യത്തെ അനുഭവമാണ്. സുസ്ഥിര തൃത്താലയുടെ ഭാഗമായിട്ട് പച്ചക്കറികൾ, പഴം, അതുപോലെ പൂവ്, മത്സ്യം ഇത്രയും കൃഷി ചെയ്യുന്നത്. 162 ഏക്കറിലാണ് പച്ചക്കറിയും പൂവും കൃഷി ചെയ്യുന്നത്. അതിന്റെ വിളവെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്ന് ഒരു ഉത്സവമായിട്ട് നടത്തിയത്. ഇനി ഇതെല്ലാം കൂടി ഇന്ന് നമ്മൾ പടിഞ്ഞാറങ്ങാടിയിൽ എത്തിക്കുകയാണ്. തൃത്താല പഞ്ചായത്തിലെ മട്ടായ ടി ബീരാൻകുട്ടിയുടെ കൃഷിയിടത്തിൽ നടന്ന പരിപാടിയിൽ 65 കിലോ വരാൽ മത്സ്യം വിളവെടുത്തു. മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരം മത്സ്യകൃഷി നടന്നുവരുന്നുണ്ട്. പറമ്പിലെ കുളങ്ങളിലും പടുതാക്കുളങ്ങളിലുമായാണ് നാടൻ മത്സ്യകൃഷി നടത്തുന്നത്. ന്യൂസ് 18 തൃത്താല. മലപ്പുറം ആലത്തിയൂർ KHMHS സ്കൂളിൽ RSS ഗണഗീതം. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലാണ് കുട്ടികൾ ഗണഗീതം പാടിയത്. പാട്ട് പരിശോധിച്ചില്ലെന്നും അബദ്ധം പറ്റിയതാണെന്നുമാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം.
CV അനുമോദ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് വിഷ്വൽസ് ഒന്ന് കാണാം. CV അനുമോദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, ഇത് കുട്ടികൾ സ്വയമേ പഠിച്ച് പാടിയതാണോ, അവർ ദേശഭക്തി ഗാനമെന്ന് തെറ്റിദ്ധരിച്ച് സ്കൂളിൽ അവതരിപ്പിച്ചതാണോ? എന്താണ് സ്കൂൾ അധികൃതർ പറയുന്ന വിശദീകരണം? വിഷയം വലിയ വിവാദമാകുന്നുണ്ടോ? ആര്യ, ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിലായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത്. ആലത്തിയൂർ KHMH സ്കൂളിലായിരുന്നു ഈ സംഭവം നടന്നത്. കുട്ടികൾ ദേശഭക്തി ഗാനം എന്ന രീതിയിൽ യൂട്യൂബും മറ്റ് ഓൺലൈനിൽ നോക്കി പഠിച്ച ഗാനം ആലപിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇത് RSSന്റെ ഗണഗീതമാണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല എന്നാണ് അധ്യാപകരും പറയുന്നത്. ഈ സംഭവം സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കാൻ തുടങ്ങിയതിനെ തുടർന്നാണ് RSSന്റെ ഗണഗീതം സ്കൂളിൽ ആലപിച്ചു എന്ന കാര്യം തിരിച്ചറിഞ്ഞ് അതിനെതിരെ പ്രതിഷേധം ഉയർന്നത്. ആദ്യം DYFIയും പിന്നാലെ SDPIയും സ്കൂളിലേക്ക് പ്രതിഷേധം നടത്തി. പ്രധാന അധ്യാപികയെ ഉപരോധിക്കുകയും ചെയ്തു. അധ്യാപകർക്കെതിരെ നടപടിയെടുക്കുമെന്ന സ്കൂൾ അധികൃതരുടെ ഉറപ്പ് അവരുടെ ലെറ്റർ പാഡിൽ ലഭിച്ചതിന് ശേഷമാണ് ഈ ഉപരോധം അവസാനിച്ചത്. ഈ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ആഘോഷ പരിപാടി RSSന്റെ ഗണഗീതം ചൊല്ലി എന്ന കാരണത്താൽ ഈ ഒരു പ്രകടനം നടത്തുന്നത് ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ പിൻവലിക്കുന്നു എന്നാണ് DYFIയും മറ്റും അറിയിച്ചത്. അത്തരത്തിലൊരു വാർത്താക്കുറിപ്പ് അല്ലെങ്കിൽ അത്തരത്തിൽ ഈ സ്കൂൾ അധികൃതർ അവർക്ക് എഴുതി നൽകുകയും ചെയ്തു. ജീവനക്കാരുടെ അശ്രദ്ധയാണ്, അധ്യാപകരുടെ അശ്രദ്ധയാണ് ഇതിലേക്ക് നയിച്ചതെന്നും ഇത് RSSന്റെ ഗണഗീതമാണെന്ന് അറിഞ്ഞിരുന്നില്ല എന്നുമാണ് സ്കൂൾ അധികൃതർ പറയുന്ന ഒരു കാര്യം. എന്നാണെങ്കിലും വലിയ പ്രതിഷേധം പ്രാദേശികമായിട്ട് ആ മേഖലയിൽ സ്കൂളിൽ ഉണ്ടായിരുന്നു. DYFIയും SDPIയും ഒരുപോലെ ഈ സംഭവത്തിൽ സ്കൂളിലെത്തി പ്രതിഷേധിക്കുകയും തുടർന്ന് ഈ പ്രതിഷേധിച്ചവർക്കെല്ലാം സ്കൂൾ അധികൃതർ നൽകിയ വിശദീകരണം ഇത് പരിശോധിക്കാത്തത് അധ്യാപകരുടെ വീഴ്ചയാണ് എന്ന കാര്യമാണ്. എന്നാൽ ഈ സംഭവത്തിൽ പോലീസിനും പരാതി ലഭിച്ചിട്ടില്ല. പോലീസ് ഇക്കാര്യത്തിൽ കേസും എടുത്തിട്ടില്ല. CV അനുമോദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മലപ്പുറം ആലത്തിയൂർ KHMH സ്കൂളിലാണ് RSS ഗണഗീതം കുട്ടികൾ പാടിയത്. അതിപ്പോൾ വലിയ വിവാദവും പ്രതിഷേധവും ഒക്കെ ആയ സംഭവമാണ്. നടപടിയെടുക്കും എന്നുള്ള തരത്തിൽ ഉറപ്പ് ലഭിച്ചതിന് പിന്നാലെയാണ് പ്രതിഷേധങ്ങൾ അവസാനിച്ചത്. കനത്ത മഴയിൽ വലഞ്ഞ് ഉത്തരേന്ത്യ. പഞ്ചാബിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 29ആയി. സംസ്ഥാനത്തെ 10 ജില്ലകളെയാണ് പ്രളയം ബാധിച്ചത്. പല പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ഡൽഹിയിൽ യമുന നദി കരകവിഞ്ഞാണ് ഒഴുകുന്നത്. ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നതിനാൽ യമുനയുടെ കരകളിൽ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിൽ ഗുരുഗ്രാമിൽ 7 കിലോമീറ്റർ ദൂരത്തിൽ ഗതാഗത തടസ്സം ഉണ്ടായി. ഇതോടെ ഡൽഹി ജയ്പൂർ ഹൈവേയിൽ 3 മണിക്കൂറിലധികമാണ് യാത്രക്കാർ കുടുങ്ങിയത്. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9,725 രൂപ, പവന് 77,800 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 8,045 രൂപ, പവന് 64,360 രൂപ. വെള്ളി ഗ്രാമിന് 134 രൂപ, കിലോഗ്രാമിന് 1,34,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പൂർണ്ണമാകുന്നു പകൽ വാർത്ത. ഇടവേളയ്ക്ക് ശേഷം കാണാം സ്പോട്ട് ലൈവ്. എൽദോ പോൾ പുതുശ്ശേരി ചേരും. നമസ്കാരം.